അതിലാനോറ അനുമോളായിട്ടുള്ള ഫൈറ്റ് പലരും പറയുന്നുണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നോക്കിയതാണ്, ലാസ്റ്റ് മിനിറ്റ് ആ ഒരു ഡ്രാമയും കൂടി അനുമോൾ എടുത്തു എന്നുള്ളത്. അതല്ലെന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അനുമോൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു 1,40,000 കിട്ടിയതിന് ശേഷം ഇവർ ഈ 1,40,000 രണ്ട് കാര്യങ്ങളും ക്ലബ് ചെയ്ത് സംസാരിക്കാം കേട്ടോ. അക്ബർ ആൻഡ് അനു ആണ് ഈ ടാസ്ക് എടുത്തത്. വിത്തൗട്ട് ലൈക്ക് ഒന്ന് തിങ്ക് ചെയ്യാതെ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഈ കാർ എവിടെ കിടക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല, അത് തുറന്ന് ഓപ്പൺ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എവിറ്റ് ആയാലും കുഴപ്പമില്ല, നൂറ ഇസ് ദ. അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡിൽ അത്യാവശ്യം നെഗറ്റീവാണ് പുറത്തുനിന്നുള്ള കാര്യം മനസ്സിലായി. പുറത്താക്കണേക്കാൾ നല്ലത് ഒരു ടാസ്ക് ത്രൂ പോയാൽ അത് കുറച്ചുകൂടി സമാധാനം ഉണ്ടെന്നൊരു രീതിയിൽ ആ സാധനം എടുത്തു. അനുവിനെ സംബന്ധിച്ചിടത്തോളം ഷീ ഫെഡ് അപ്പ്. കാരണം ഈ ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന്, അതായത് അതിൽ നൂറയുടെ ഭയങ്കര അറ്റാച്ച് ആയിരുന്നു, റിലേഷൻഷിപ്പിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് അനുമോള്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്നും ഒരു ബാക്ക് സ്റ്റാബ് കിട്ടിയപ്പോൾ മടുത്തു. ആ ഒരു രീതിയിലാണ് ഈ സംഭവങ്ങൾ പോയത്. പിന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കണമെന്ന് പറഞ്ഞ ആളുകളോടാണ് എനിക്ക് പറയാറുള്ളത്, അനീഷ് അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അനീഷിനോട് ഈ കുട്ടി സംസാരിക്കുന്നുണ്ട്, അനീഷിനോട് വേണമെങ്കിൽ പറയാം എന്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അനീഷ് ആ ഭാഗത്തേക്ക് പോവില്ല. നെവിൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നെവിൻ ചെന്ന് സംസാരിച്ചപ്പോഴും അനുമോള് കേട്ടു നിന്നു. തെറ്റ് പറ്റാത്തവരായിട്ട് ആരല്ല എന്നുള്ള രീതിയിൽ മറുപടിയും കൊടുത്തു. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു ഡ്രാമ, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ പോയി മിണ്ടിയപ്പോൾ മിണ്ടാതിരിക്കായിരുന്നു. ഇന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് നീ ആ പറഞ്ഞ പേര് മോശമല്ലേ? അപ്പൊ അനുമോള് പറയുന്നുണ്ട് ശരിയാണ്, എന്റെ ഭാഗത്താണ് തെറ്റ്, പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, അദ്ദേഹം അതിലോടും നൂറോടും പറഞ്ഞല്ലോ. അപ്പൊ ആ കുട്ടിയുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അവിടെ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളും പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്, തെറ്റ് ചെയ്യാത്തവർ ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവത്തിനെ അക്സെപ്റ്റ് ചെയ്ത് ഈ കുട്ടി എവിടെയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി? ഇതിന് മുമ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതെന്താ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചേക്കണാണോ എന്ന് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇത്ര ആയപ്പോൾ ഈ ഒരു 89-90 ഡേയ്സ് ആയപ്പോൾ തന്നെ ആളിൽ നിന്ന് ആദ്യമുള്ള അനുമോളിനേക്കാളും കുറെ ഗെയിം സ്ട്രാറ്റജിയിലാണെങ്കിലും കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്കൊരു ഒറ്റപ്പെടൽ ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെടൽ ഡ്രാമയാണ് ഇവരൊക്കെ പോയി മിണ്ടിയപ്പോഴും നെവിൻ പോയി മിണ്ടിയപ്പോഴും അനു പറയുന്നുണ്ട് നെവിൻ നിന്റെ ഒറിജിനൽ ക്യാരക്ടർ ആണെന്ന് നീ കാണിച്ചു. അപ്പൊ നെവിനും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ് എന്റെ ഒറിജിനൽ ക്യാരക്ടർ ആണത്, പക്ഷെ മനസ്സത്ര ക്രൂവലൊന്നല്ല, എനിക്കും ഭയങ്കര പ്രഷറിലൂടെയാണ് പോയിക്കുന്നത്, ആൻസൈറ്റി ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തീർന്നതിന് മുമ്പ് അവരൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അനുമോളെ ഹേർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിലും അവരുടെ അടുത്ത് നിന്ന് അനുമോളുടെ അടുത്ത് നിന്ന് സോറി പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് ക്ലിയർ ഓഫ് ചെയ്യാനുള്ള ഒരു മനസ്സും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എവിടെയാണ് ആ കുട്ടി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്തത്?